ചാത്തന്നൂർ എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ കുട്ടികളും സ്കൗട്ട് ആൻഡ് ഗൈഡിലെ കുട്ടികളും അധ്യാപകരും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഏതാണ്ട് 65ാമത് സ്കൂളിലെ കുട്ടികളാണ് ഇന്ന് ഈ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സമുദ്രതീരം കൂട്ടുകുടുംബം മറ്റ് അനാഥാലയങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് ഇതിനെ ഞങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. വയോജന കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഈ അനാഥാലയം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളെപ്പോലെ കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ എത്തിപ്പെട്ട അച്ഛന്മാരും അമ്മമാരും ചിലപ്പോൾ നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അച്ഛന്മാരും അമ്മമാരും ഉണ്ടാവാം. അവരുടെ അടുത്ത് പോയി നിങ്ങൾ സംസാരിച്ച് അവരുടെ പേരുകളും അവരുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെ അംഗങ്ങളും എങ്ങനെയാണ് ഇവിടെ വന്നുപെട്ടതെന്നും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സ്കൂളിലേക്ക് പോകാമുള്ളൂ. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വരും തലമുറയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു അനാഥാലയം ഇവിടെ നടത്തുന്നത്. നിങ്ങൾ കയറി വന്നപ്പോൾ കാണാം, ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് മതേതര വയോജന കേന്ദ്രമെന്നാണ്. ഇതൊരു വയോജന കേന്ദ്രമല്ല, സർക്കാരിൻ്റെ അംഗീകാരത്തോടെ നടത്തുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അത്തരം പേര് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് ഞാൻ താമസിക്കുന്ന വീടാണ്. ഞാനതിങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പോഴാണ് പുതിയൊരു നിയമം സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് താമസിക്കേണ്ട എന്നൊരു നിയമം വന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തായി പുതിയ മന്ദിരത്തിൻ്റെ പണി അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതൊരു 3.5 കോടി രൂപ മുടക്കി നല്ല അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിങ്ങൾ വരുമ്പോൾ ഞാൻ ഓടി വന്നത്, ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സൈറ്റിൽ നിന്നാണ് ഓടി വന്നത്. അപ്പം ഞാൻ അതും നോക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്താണ് ഞാൻ ഇവർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇവിടെ വന്ന് തിരികെ പോകുമ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ പോയി നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും മറ്റ് സഹോദരങ്ങളെയും അവരുടെ അടുത്ത് കൂടി ഈ കാര്യങ്ങൾ സൂചിപ്പിക്കണം. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ കഴിയണം. അച്ഛനെയും അമ്മയെയും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾ ഇതിലൂടെ പഠിക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ രശ്മി, NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ പ്രീത, സ്കൗട്ട് മാസ്റ്റർ സന്ധ്യ, ഗൈഡ് ക്യാപ്റ്റൻ രഞ്ജുഷ, സൗഹൃദ കോർഡിനേറ്റർ ബീനാരാജ്, ഓഫീസ് സ്റ്റാഫ് മനോജ്, അധ്യാപിക ബിന്ദു, PTA അംഗം അഡ്വക്കേറ്റ് വേണു തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. എല്ലാവരും ഒത്ത് സന്തോഷത്തോടുകൂടി അച്ഛനും അമ്മയും സഹോദരങ്ങളും മക്കളും ഭർത്താവും ഭാര്യയും ഒക്കെയായി വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നവരായിരിക്കാം ഇവിടെ ഇരിക്കുന്ന പലരും. നമ്മുടെ ജീവിതം എത്രമാത്രം സന്തോഷകരമാകുന്നു എന്നത് നമ്മുടെ അച്ഛനെയും അമ്മയും അത്രത്തോളം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സനാഥരാണ്. അവരില്ല എങ്കിൽ നമ്മൾ അനാഥരാണ്. ആ ഒരു അവസ്ഥയിൽ അനാഥരായവരാണ് ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും അച്ഛന്മാരും. നിങ്ങൾ ഓരോരുത്തരും അവരടുത്ത് ചെന്ന് അവരുടെ കാര്യങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ അച്ഛനും അമ്മയും ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കി ഇതുവരെ എത്തിച്ചിരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം. നമ്മൾ മുതിർന്നു കഴിഞ്ഞാലും നമ്മൾ എത്രമാത്രം നിധി പോലെ നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കി തരുന്നതിന് കൂടിയാണ് നിങ്ങൾ ഇത്രയും പേരുമായി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ 500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്.
അതിൽ നമ്മളൊരു കുറച്ച് പേർക്ക് 60 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 65 കുട്ടികൾക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഉള്ളിൽ സ്വായത്തമാക്കുന്ന അനുഭവം എന്താണോ അത് നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മുടെ രക്ഷകർത്താക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട് പങ്കുവെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ കൂട്ടുകാരോടൊത്തും കൂടി പങ്കുവെക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ മനസ്സിൽ ഈ വൃദ്ധരായ ആൾക്കാരെ നമ്മൾ എങ്ങനെ അവരിലുള്ള അറിവും അവരുടെ അനുഭവങ്ങളും ഒക്കെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാണ് എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരെ സംരക്ഷിക്കാനുള്ള നമ്മളിൽ കിട്ടുന്ന ഒരു മെസ്സേജായി എടുത്ത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊത്തുകൂടി ഷെയർ ചെയ്ത് അവരെ കൂടി മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇവിടെ വസിക്കുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഇനിയുള്ള കാലം വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇവിടെ കഴിയാൻ സഹായിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ഇവരുടെ കുറ്റം കൊണ്ട് ഒറ്റപ്പെട്ടതല്ല, സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയവർ, നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഒന്നും ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിന്ന് അനുഭവിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ ഒക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഇല്ലാതാകാം. നമ്മൾ ഇന്ന് നമുക്ക് എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ജീവിതം കീഴ്മേൽ മറിയുന്നതിന് ഒരു നിമിഷം മാത്രം മതി എന്നുള്ള ആ ഒരു സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആർദ്രത, സഹാനുഭൂതി തുടങ്ങിയവയൊക്കെ അതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല വ്യക്തികളായി മാറേണ്ടുന്ന കുട്ടികളാണ്. അപ്പം ഒരിക്കലും അമ്മയും അച്ഛനെയും പുറന്തള്ളുന്ന ഒരു വിഭാഗമായി മാറാതെ അവരെ ചേർത്ത് പിടിക്കാൻ അവരുടെ ജീവിതത്തിൽ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഭൂരിഭാഗം കാലഘട്ടവും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരായിരിക്കാം. മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ ഒക്കെ കഷ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷേ ജീവിത സായന്തനത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയി എങ്കിൽ ആ കടമ മറന്നുപോയ ഒരു വിഭാഗം ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കടമ മറക്കാത്ത ഒരു കുട്ടികളായിട്ട് നിങ്ങൾ മാറണം. ഇവിടെ താമസിക്കുന്ന എല്ലാ അന്തേവാസികൾക്കും എല്ലാവിധ ആരോഗ്യവും മനസ്സമാധാനവും ഒക്കെ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം ഞങ്ങളുടെ സ്കൂളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ കരുതണമെന്നൊരു അപേക്ഷ കൂടിയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ, മനസ്സ് നന്നാവട്ടെ. 2019 തൊട്ടാണ് ഞാനൊരു യൂണിറ്റിൻ്റെ ഒരു സ്കൗട്ട് മാസ്റ്ററായിട്ട് കയറിയത്. അതിനു മുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള ഒരു സങ്കേതങ്ങളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. ഗാന്ധി ഭവൻ പോലത്തെ ഒരു സ്ഥാപനത്തിൽ മാത്രമേ ഞാൻ മുന്നേ പോയിട്ടുള്ളൂ. അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, നമ്മൾ പലരും പറയും, പല പ്രായത്തിലും നമ്മൾ പറയും നമുക്ക് ആരും ഇല്ലാതാകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സങ്കേതങ്ങളിലേക്ക് പോകാമെന്നുള്ളത്. പക്ഷേ എങ്കിൽ അത് ഒരിക്കലും അങ്ങനെ പറയരുത് എന്നതാണ് എനിക്ക് അന്ന് മനസ്സിലായത്. അതിനുശേഷം ഞാൻ ഈ യൂണിറ്റിൽ അംഗമായതിനു ശേഷം, പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഓരോ വർഷങ്ങളിലും ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ പോവുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ഇതിനെല്ലാം ഉപരി ഇതിങ്ങനൊരു സംഘടന കൊണ്ടുവന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അംഗങ്ങൾക്കാണ്, ഇവിടുത്തെ ഓരോ മെമ്പേഴ്സിനും ആണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നന്ദി അറിയിക്കേണ്ടത്. ഇത്രയും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ പല പ്രായത്തിലുള്ളവർ, പല പ്രായത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ മുതൽ വളരെ പ്രായമായ ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞിരിച്ച് നടക്കുന്ന കാണാമായിരുന്നു. ഒരുപാട് രീതിയിൽ അവർ പീഡനങ്ങളിൽ ഇടയായിട്ടുമുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപം മതി, അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നതിനപ്പുറത്തുള്ള പല രീതിയിലുള്ള പീഡനങ്ങൾ അവർ അനുഭവിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. ആ കാണാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കാരുണ്യങ്ങൾ ചെയ്യുന്നു എന്ന് വാക്കാൽ പറഞ്ഞാൽ പോരാ. ആ കാരുണ്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ വന്ന് നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ നല്ല, എനിക്കുമുണ്ട്, എൻ്റെ പാരൻസ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരാളാണ്, അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എങ്കിൽ കൂടി ഒരു നിമിഷം ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ടായി. അവർ മരിക്കുന്നിടം വരെയും പൊന്നുപോലെ നോക്കാൻ പറ്റി
അത് അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ മരിക്കുന്നിടം വരെയും പൊന്നുപോലെ ആത്മാർത്ഥമായിട്ട് വാക്കുകൾ കൊണ്ട് പറയാണ്. ഒരു ദിവസം പോലും വിഷമിപ്പിക്കാതെ പൊന്നുപോലെ നോക്കാൻ പറ്റി എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇന്ന് 1 മാസമായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട്, ആ അച്ഛൻ മരിച്ചതിന് ഇന്നിപ്പം ഞാൻ ആഗ്രഹിക്കുന്നു, ഒരിക്കലും ഒരു ദിവസം പോലും അച്ഛൻ കിടന്ന് കഷ്ടപ്പെട്ടില്ല. വളരെ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിലാണ് എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയത്, ഞങ്ങളെ വിട്ടുപോയത്, ഞാൻ ചേച്ചിയെ. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായി ഇന്നും പിന്നലാണ്. അപ്പൊ അവർക്കൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് ഇതുപോലുള്ള സങ്കേതങ്ങളിൽ പോയി കണ്ടതിന് ശേഷം ഉള്ള അഭിപ്രായങ്ങളല്ല, ഞങ്ങളുടെ മനസാക്ഷിയിൽ നിന്നിട്ട് തന്നെയാണ് ഞങ്ങൾ അവരെ പൊന്നുപോലെ നോക്കിയത്. ആ നോക്കിയത് നാളെ എൻ്റെ മകൾ തിരിച്ചു തരും എന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവൾ തന്നാൽ അത് ഞാൻ ബോണസായിട്ട് കണക്കാക്കുന്നു. അപ്പൊ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തികളാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നതെന്ന് ഞാൻ ഇതിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ കാണിച്ചത് എൻ്റെ അച്ഛനോടും അമ്മയോടും കാണിച്ചതാണ് എൻ്റെ മോള് കണ്ടു വളരുന്നത്. അവൾക്ക് അറിയാം എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് തിരിച്ചു തരും എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ നാട്ടിൽ നിന്ന് പഠിക്കാനും പുറത്ത് നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പുറം രാജ്യങ്ങളിൽ പോകുന്നവർ അവരവരുടെ പാർട്ട്നേഴ്സിനെയും കണ്ടുപിടിച്ച് അവിടെ തന്നെ തുടരുകയാണ് ജീവിതങ്ങൾ. നിങ്ങൾ ആലോചിക്കേണ്ടത്, നാട്ടിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനെയും അമ്മയും നോക്കുന്ന ആരും കാണത്തില്ല. എത്രത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയും അമ്മയും കൂടെ നിന്ന് നോക്കാൻ പറ്റുന്നോ അതാണ് ഒരു മനുഷ്യായുസിന്റെ ഏറ്റവും വലിയ വില എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഓരോരുത്തരും അങ്ങനെ ആയിത്തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള കേന്ദ്രങ്ങൾ നിങ്ങൾ വരികയും നിങ്ങൾ ടൂറും കാര്യങ്ങളും ഒക്കെ പോകുന്ന സമയത്ത് ഇത്തരം സ്ഥാപനങ്ങളിൽ കൂടി സന്ദർശിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, അവരെ എങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത്, അല്ലെങ്കിൽ എങ്ങനെ വന്നു, ആഗ്രഹങ്ങൾ കൊണ്ട് വന്നയാണോ അല്ലെങ്കിൽ കൊണ്ടാക്കിയതാണോ, ഇതൊക്കെ ശരിക്കും നമ്മൾ ഓരോരുത്തരിലേക്കും ചെന്ന് ഇറങ്ങി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. യൂണിറ്റിലുള്ള അംഗങ്ങളായ കുട്ടികളായ ഇത്രയും 10, 30 അല്ലെങ്കിൽ 25 കുട്ടികളല്ല അറിയേണ്ടത്. നിങ്ങൾ ഈ അനുഭവങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കുടുംബക്കാരോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങളും വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കഷ്ടപ്പാടിൽ നിന്ന് നമ്മളെ നോക്കുന്നത്, അവരുടെ സാമ്പത്തിക ഭദ്രതയിൽ നിന്ന് നമ്മളെ പൊന്നുപോലെ നോക്കുന്നതിൻ്റെ ഫലം നാളെ നമ്മൾ അവർക്ക് കൊടുക്കണം എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി മാത്രമേ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഈ ഗേറ്റ് കടന്നു പോകാവൂ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ വരുന്നത്. ഇതിന് പല സ്ഥാപനങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇതൊരു അനുഭവമാണ്. ഇത് ഞങ്ങളുടെ കുട്ടികൾക്കും ഇതൊരു അനുഭവമായിരിക്കും. നമ്മുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും അപ്പുറം അവർക്ക് ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ കുറച്ച് സമയം നമുക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച ആ ഒരു സമയത്തിന് വളരെയേറെ നന്ദി. ഇത് കുട്ടികൾ നിങ്ങളുടെ പാരൻസിനോടും കൂട്ടുകാരോടും പ്രധാനമായും നമ്മുടെ സ്കൂളിലെ കുട്ടികളോട് തന്നെ നിങ്ങൾ പറയണം. നിങ്ങളിവിടെ വന്ന് കണ്ട കാഴ്ചകൾ അവർ എത്രത്തോളം നമ്മളെ കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ സാറ് നമ്മളൊരു കുടുംബം കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം സാർ ഒരു വലിയൊരു കുടുംബമാണ് കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു മനസ്സ് നിങ്ങളും പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒരു കുടുംബത്തെ കൂട്ടിച്ചേർക്കാൻ കഴിയുമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയായിരിക്കും. അപ്പം അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കാരണം എൻ്റെ അമ്മയോളം പ്രായമുള്ള 2 പേരും ഇരിക്കുന്ന കണ്ടു. എൻ്റെ അമ്മയെ പോലെ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള ആ രീതിയിൽ നിന്നത്. ബാക്കിൽ തന്നെ ഞാൻ സ്ഥലം പിടിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, നമുക്കെല്ലാം അച്ഛനും അമ്മയുണ്ട്, എല്ലാ ഭാഗ്യവും നിറഞ്ഞവരാണ്. നിങ്ങളിവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാം അവർക്കും ഒരു കാലത്ത് മക്കളും അച്ഛനും അമ്മയൊക്കെ ഉള്ളവർ തന്നെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഓരോ മാറ്റങ്ങളാണിത് ഈ കാണുന്നതെല്ലാം. നമുക്കും നാളെ ഇപ്പം എൻ്റെ അവസ്ഥയും ചിലപ്പോൾ ഇതുപോലെ ആകും. പിന്നെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും എനിക്ക് തോന്നുന്നത് നല്ല മനസ്സമാധാനമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് മക്കളുമായിട്ട് വഴക്കിട്ടോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ഒറ്റപ്പെടുന്നതിനേക്കാളും ഒക്കെ നല്ലത് മനസ്സമാധാനമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ അച്ഛനമ്മമാർക്ക് എപ്പോഴും ഉണ്ടാവും. അവർക്കെല്ലാവിധ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഡയറക്ടറോട് എനിക്ക് പറയാനുള്ളത്, സാർ മഹത്തായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ആ ഹെഡിങ് പോലെ ഇതൊരു മതേതര വയോജന കേന്ദ്രമാണ്. ഒരിക്കലും ജാതിമത ഭേദമന്യേ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ദർശനത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സമുദ്രതീരം വയോജന കേന്ദ്രത്തിലെ ആദരണീയനായ ഡയറക്ടർക്ക് എല്ലാവിധ ഈശ്വരൻ്റെ അനുഗ്രഹവും
അതുപോലെ ആയുരാരോഗ്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കെല്ലാം, പ്രത്യേകിച്ച് ഇവിടുത്തെ അമ്മമാർക്കും സഹോദരങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവി ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും എല്ലാവിധ ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഇതിനെ സഹായിക്കാൻ മനസ്സുള്ള ഒരു കൂട്ടം ജനങ്ങളാണ്. നിങ്ങളുടെ കൂട്ടുകാരോടും വീട്ടിലുമെല്ലാം ഇങ്ങനെ ഒരു സ്ഥാപനത്തെപ്പറ്റി നിങ്ങൾ പറയുകയും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെയൊക്കെ ഇപ്പം പുതിയൊരു ബിൽഡിങ് ഇവിടെ പണിഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതിനും സഹായിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ മുന്നിലിരിക്കുന്ന അച്ഛന്മാരും അമ്മമാരും സഹോദരങ്ങളും ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഏത് സാഹചര്യങ്ങളാണെന്നുള്ളത് നമ്മൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. പക്ഷേ എനിക്ക് അതിനേക്കാളേറെ ഞാൻ ആദ്യമേ തന്നെ പ്രശംസിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്. എല്ലാ മക്കൾക്കും ഒരച്ഛനെയോ അല്ലെങ്കിൽ ഒരമ്മയോ നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഓരോ വീട്ടിൽ നമ്മൾ കാണും, നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്നു, സ്വത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിലുമൊക്കെ നിരന്തരം നമ്മൾ മാധ്യമങ്ങളിലൂടെയും കാണുന്നതാണ്. അമ്മയെ വഴിയിലിറക്കി വെക്കുക, അമ്മയ്ക്ക് കിടക്കാൻ ഇടമില്ല, അച്ഛന് കിടക്കാൻ ഇടമില്ല, സ്വത്തുക്കളെല്ലാം ഭാഗം ചെയ്ത് വിറ്റുപോകുന്നു, കുടുംബം വിറ്റുപോകുന്നു. ഇതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ സന്ധ്യ ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെ എനിക്കുമുണ്ട് അച്ഛനും അമ്മയും. 80 വയസ്സുള്ള അച്ഛനും 77 വയസ്സുള്ള എൻ്റെ അമ്മയും ഉണ്ട്. അവർ രണ്ടുപേരും ഞങ്ങളുടെ കുടുംബത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 2 മക്കളുണ്ട്. അവരോടൊപ്പം വന്ന് നിൽക്കാൻ അവർക്ക് താല്പര്യമല്ല. അവരുടെ ഇഷ്ടം അതായതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം അവിടെ. ഞാൻ ഇന്നേ ദിവസം രാവിലെയും എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടുന്ന എല്ലാ ആഹാരവും വെച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊടുത്തു വിട്ടിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് വരുന്നത്. എല്ലാ ദിവസവും ഞാൻ അതുപോലെ ചെയ്യുന്നു. എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്, സംതൃപ്തിയാണ്. എന്നോടൊപ്പം വന്ന് നിൽക്കാൻ വല്ലപ്പോഴും മാത്രമേ വരുവുള്ളൂ. അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും എൻ്റെ ഹസ്ബൻഡ് ആഹാരമായിട്ട് ചെല്ലും. ഏത് കാര്യത്തിനായാലും ഞാൻ സ്കൂളിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പോയി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പം അതൊന്നും നമുക്ക് വേറൊരാൾ പറഞ്ഞു തന്നൊന്നുമല്ല, നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. അവർക്കാവുന്ന കാലം മുഴുവൻ ഈ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും എല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പലരും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പം സ്വന്തമായിട്ടൊരു ജീവിതം പോലും പലർക്കും കാണത്തില്ല, സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് അവസാനം അവർ ഒറ്റപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പണത്തിന് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയിട്ടും നെട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ പിറക്കാൻ കാരണക്കാരായവർ, നമുക്ക് ഈ ലോകം കാണാൻ, ഇവിടെ ജീവിക്കാൻ അതിനൊക്കെ കാരണക്കാരായവർ ഒരിക്കലും മറക്കരുത്. അപ്പോൾ എത്ര പണം കൊടുത്ത് ജോലിക്കാരെ നിർത്തി ഒന്നും നോക്കാമെന്നുള്ളതാണ്. ഒരച്ഛനും അമ്മയും മക്കളെ ശപിക്കില്ല. കാരണം എന്ത് ക്രൂരപ്രവൃത്തി ചെയ്താലും ലോകത്തൊരച്ഛനും അമ്മയും അപ്പോഴും അവർ ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കൾക്കൊന്നും വരില്ലേ എന്നാണ്. പക്ഷേ മക്കൾ അവരുടെ കടമകൾ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇവിടെയുള്ള അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളിൽ നല്ല ഒരു സഹാനുഭൂതി ഉണ്ടാവാൻ, മാതാപിതാക്കളോടും മുതിർന്നവരോടുമൊക്കെ, അത് നമ്മുടെ രക്തബന്ധത്തിലുള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, എവിടെ കണ്ടാലും അവരോട് ഒരു സഹാനുഭൂതി ഉണ്ടാവാൻ നല്ല ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യം തന്നെ ഇവിടെ പുള്ളി സംസാരിച്ചപ്പം പറഞ്ഞ് പുള്ളിയുടെ വീടാണ് ഈ ഒരു കേന്ദ്രം ഇങ്ങനെ ആക്കിയെടുത്തതെന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പുള്ളി അത്രത്തോളം സ്വന്തം വീടും പോലും മറ്റുള്ള അമ്മമാർക്ക് വേണ്ടി ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ആ ഒരു വലിയ ത്യാഗം നമുക്ക് മറ്റാർക്കും പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മളെ വീട്ടിലുള്ള നിങ്ങൾ ഓരോ കുട്ടികളും ആലോചിക്കണം, നമ്മളെ വീട്ടിൽ മറ്റുള്ള സഹോദരങ്ങൾ തന്നെ ഒരു റൂമിൽ അല്ലെന്നുണ്ടെങ്കിൽ കട്ടില്ല ഒരു ഡ്രസ്സാ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾക്കത് ഇറിറ്റേഷനായിട്ട് തോന്നും. ഞാൻ എൻ്റെ വീട്ടിലെയും ഒരു ഇത് പറയുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇത്രയും അമ്മമാരെ സ്വന്തം വീട്ടിൽ വളരെ ചിട്ടയോടുകൂടി നമുക്കിവിടെ വന്നാൽ അറിയാൻ പറ്റും. ആ ഒരു എന്തെങ്കിലും ഒരു സ്മെല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അത്ര വൃത്തിയായിട്ടും അച്ചടക്കത്തോടുകൂടിയും വളരെ ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ട് 4 വശവും അടപ്പും അങ്ങനെ ആ രീതിയിൽ സംരക്ഷിക്കുന്ന പുള്ളിയെ പോലെയുള്ള നന്മ മരങ്ങളെ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. അവർക്ക് ദൈവം ആയുരാരോഗ്യം
ആയുസ് വരുത്തട്ടെ. ഒപ്പം കുടുംബത്തിനും, ആ കുടുംബവും ഒത്തുചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് കൂടുതലായിട്ടും നല്ല ഇത് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും കുടുംബ പ്രശ്നങ്ങളുണ്ടാവും. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാതൃകയായിട്ട് ഒരു ജന്മമാണ് പുള്ളിയുടേതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒപ്പം തന്നെ സാറ് പറഞ്ഞ കണക്ക്, പുള്ളി പറഞ്ഞത് കണക്ക് ഇവിടുത്തെ അധ്യാപകയായ ഒരു റിട്ടയർഡ് ടീച്ചർ ഇവിടെ വന്നിരിപ്പുണ്ടെന്ന്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നമ്മളെ കുട്ടികൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിലപ്പോൾ 4 മണി സ്കൂള് വിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 4:30 ചെല്ലുന്ന ഒരു സമയം ഇത്തിരി ലേറ്റായി കഴിഞ്ഞാൽ അമ്മയായാലും അച്ഛനായാലും തിരക്കി വിളിക്കും, അധ്യാപകരെ, ക്ലാസ് ടീച്ചറെ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരെ വിളിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങളോടുള്ള ആത്മാർത്ഥത. നിങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ എവിടെ പോയി എങ്ങനെ ആണ് എന്നുള്ള ആ ഒരു ആകാംക്ഷ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കുണ്ട്. അപ്പോൾ അത് കണക്ക് വളർത്തി അതാണ് ഈ അമ്മമാരെയും മക്കളെയും അല്ലെങ്കിൽ ചെറുമക്കളെയെല്ലാം. അപ്പോൾ അവരെ ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായാണ് അവരിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ അച്ഛനും അമ്മയും അടുത്തൊക്കെ വഴക്കൊക്കെ കൂടും എങ്കിൽ പോലും അവർക്ക് ഉള്ള സ്നേഹം കണക്ക് മറ്റാർക്കും, നിങ്ങൾ വളർന്ന് ഒരു പരുവാവുന്നവർ മറ്റാർക്കും കാണത്തില്ല. ആ ഒരു സ്നേഹവും ഒരു ബഹുമാനവും അത് നിങ്ങളും കാത്തു സൂക്ഷിക്കണം. ഇപ്പം നമ്മൾ 65 പേര് ആ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ ചിലവാക്കുന്ന, നേരത്തെ സാറ് പറഞ്ഞത് കണക്ക് ഇപ്പോൾ പുതിയൊരു കെട്ടിടം കെട്ടാനുള്ള ഒരിത്, അപ്പോൾ അത് നേരത്തെ ഗവൺമെൻറ്റിൻ്റെ പുള്ളി വളരെ നല്ല രീതിയിൽ ഈ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോയപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു ഓർഡർ വന്നത്. ഒരുമിച്ച് പറ്റത്തില്ല. പുള്ളി അത് ഉപേക്ഷിച്ചില്ല. ഉടനെ തന്നെ സാമ്പത്തികമായിട്ട് വേറെ പൈസ കണ്ടെത്തുകയും വസ്തു മേടിക്കുകയും അതിനുള്ള ബിൽഡിങ്ങുകളും വളരെ അടിയന്തിരമായിട്ട് ചെയ്ത്. ഇതൊന്നും നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു മനസ്സല്ല. ആ മനസ്സിനാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് നാളെ ഒരു ഇങ്ങനെയുള്ള വയോജന കേന്ദ്രം വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെ മക്കൾ, നമ്മളെ അമ്മമാരെയായാലും അമ്മൂമ്മമാരെയായാലും കിടക്കുന്നവരെയായാലും സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്യേണ്ടത്. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്നലെ വരെ ചെയ്തില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നല്ലൊരു മക്കളായി സമൂഹത്തിന് മാറണം. അത് ഈ കൊണ്ടുവന്ന ഈ പ്രിൻസിപ്പാളായാലും നമ്മുടെ കോർഡിനേറ്ററായാലും ഈ NSS ആയാലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആയാലും ഓരോ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള കുട്ടികളെ നിങ്ങൾ പറഞ്ഞ് നല്ല മക്കളായി, അതായത് വീട്ടിൽ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അമ്മമാരോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടും വളരെ ഇതായിട്ട് പെരുമാറി നിങ്ങൾ നല്ലൊരു സമൂഹത്തിന് നല്ലൊരു കുട്ടികളായി സമൂഹത്തിന് വേണ്ടുന്ന നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സമൂഹത്തിന് നമ്മളൊരാൾ വിചാരിച്ചാൽ പറ്റുന്ന കണക്ക് തന്നെ നമ്മളെല്ലാവരും കൂട്ടായിട്ട് വിചാരിച്ചാൽ പറ്റും. അങ്ങനെ ചെയ്ത് നല്ല സമൂഹത്തിന്, നമ്മുടെ സ്കൂളിന് നല്ലൊരു പേരും അന്തസ്സും നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. NSS യൂണിറ്റിലെ കുട്ടികളും സ്കൗട്ട് ആൻഡ് ഗൈഡിലെ കുട്ടികളും അധ്യാപകരും അച്ഛനമ്മമാർക്കായി കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും അച്ഛനമ്മമാർക്ക് കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുകയും വേദിയിൽ പാട്ടുകൾ പാടുകയും ചെയ്തു. കാട്ടുപൂവാണു ഞാൻ, ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലോസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതിയേക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ, ഇനിയുള്ള കാലം കാത്തിരിക്കാൻ, ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. இல்லாமல் வேறில்லையே நிதம் காண்கின்ற வாழ்கூட நிஜமல்ல, நிதம் சேர்க்கும் கனா கூட சுகமல்ல. நீ இல்லாமல் நான் இல்லையே, உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல்
ഉന്നെ കാണാമൽ.